ഞാനൊരു സീനിയർ ദിവാസന്റെ മോനെ, ഞാൻ മടുത്തു, ഞാൻ ഇറങ്ങി. ഞാൻ എവിടെയും പോകാറില്ല. ഇവരുടെ ഉള്ളിലെ ആ വർഗീയത എത്രത്തോളം ഉണ്ടെന്ന്. ഈ പെന്തക്കോസ്തിലെ തീവ്രമായ വിശ്വാസത്തിൽ ജനിച്ചു വളരുന്ന കുട്ടികൾക്ക് നല്ലൊരു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് സ്വപ്നം കാണാൻ പോലും വിധിക്കപ്പെട്ടിട്ടില്ലാത്തതാണ്. ഇതിനകത്ത് ഒരു വിഭാഗം നല്ല മാസ്റ്റർമാരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പെണ്ണിന്റെ തലയിൽ തുണിയില്ല, ഇതൊക്കെ ഒരു വലിയ കൊടും പാവങ്ങളായിട്ട് പറയാം. ഈ നമ്മൾ വിശ്വസിക്കുന്ന പല ദിവാസന്മാർക്കും വേറെ പെണ്ണുകേഴ്സ് ഉൾപ്പെടെ പല പരിപാടികളുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് മറ്റ് സമുദായത്തെ കുറ്റം പറയുമാരെന്നിട്ട് അവര് വിഗ്രഹത്തെ ആരാധിക്കുക. അവരെങ്ങനെ ഇവന്മാരെ കഴിഞ്ഞ് എത്രയോ നല്ലതായിട്ട് മർത്തമ്മക്കാരും ആർസിക്കാരും ജീവിക്കുന്നേ. 1-2 വട്ടവന്മാരുടെ ചർച്ചിൽ പോയി. ഞാൻ പോയ ദിവസം അന്ന് ബൈബിള് വെച്ച് ഏറായിരുന്നു. പെന്തക്കോസ്തിലെ ഒരു സീനിയർ പാസ്റ്ററുടെ മകന് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ബ്രദറിനൊക്കെ അതേ സിറ്റുവേഷനിൽ പോകുന്ന ഒരാളാണ്. എൻ്റെ അപ്പനൊരു പാസ്റ്ററാണ്. ചെറുപ്പം തൊട്ട് നമ്മൾ ഈ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ക്രിസ്മസ് ആഘോഷിക്കരുത്, ഈവൻ ഹിന്ദുക്കളുടെ വീട്ടിൽ പോകരുത്, മുസ്ലിംസിൻ്റെ വീട്ടിൽ പോകരുത്, അങ്ങനെ ഒരു പ്രത്യേക മൈൻഡിലൂടെ മൈൻഡ് സെറ്റിൽ നമ്മളെ വളർത്തിയെടുത്ത് ഇങ്ങനെ നിർത്തിയേക്കുക. എന്ന് വെച്ചാൽ ഈ പെന്തക്കോസ് വിഭാഗം എന്ന് പറയുന്നത് സമൂഹത്തിൽ ബോംബായിട്ട് പൊട്ടിത്തെറിക്കാത്തത് കൊണ്ട് മാത്രം സമൂഹത്തിൽ കുഴപ്പമില്ലാതെ പോകുന്ന ഒരു വിഭാഗമാണിത്. നിങ്ങൾ പറഞ്ഞ അബ്സല്യൂട്ട്ലി കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഇങ്ങനെയൊക്കെ വളർന്നു, ഈ വളരെ നാറോ മൈൻഡഡ് ആയിട്ട് ഞാൻ വളർന്നുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇവരുടെ കൂടിൻ്റെ അകത്ത് ഇവർ പോണം വരികയാണെങ്കിൽ ഇവർ ചെയ്യുന്ന ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നതെന്നു വെച്ചാൽ എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇവർ ഓണം വരികയാണെങ്കിൽ ഇവർ ഓണത്തിൻ്റെ പീക്ക് ടൈം നോക്കിയിട്ട് ഇവന്മാർ ഓണവാര ക്യാമ്പെന്ന് പറഞ്ഞിട്ടൊരു പരിപാടി വെക്കും. ഈ IPCക്കകത്തൊക്കെ ഉണ്ട് ആ പരിപാടി. എന്നിട്ട് ഈ പിള്ളേരെ എന്ത് ചോദിച്ചാൽ അപ്പം അപ്പനും അമ്മയും എവിടെ വിടത്തില്ല. ഓണത്തിന് പിള്ളേരെ മറ്റുള്ള മതസ്ഥരുടെ വീട്ടിൽ വിടത്തില്ല. ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ഇവന്മാർക്ക് കണ്ണെടുത്താൽ, ഞങ്ങളൊരു RC ബാക്ക്ഗ്രൗണ്ട്, ഇവന്മാർക്ക് കണ്ണെടുത്താൽ മറ്റ് റിലീജിയൻസിനെ കണ്ടുകൂടാ. അതുകൊണ്ട് അവിടെ വിടത്തില്ല. അവിടുത്തെ ഇവർക്ക് അപ്പം മുറിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഈ കല്യാണം കഴിഞ്ഞിട്ട് വൈഫ് ഹൗസിൽ പോയപ്പോഴേ ഇതൊക്കെ ഞാൻ ശരിക്കും കാണുന്നത്. അവർ പെന്തക്കോസ്തുകാരാണെങ്കിൽ ഇത്രയും തീവ്രമായിട്ടുള്ള ചിന്തകളില്ല. അപ്പം എൻ്റെ വൈഫാണെങ്കിൽ കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഈ ഇവന്മാരെ പറ്റി പറയാനാണെങ്കിൽ. ഞാൻ സംസാരിക്കുമ്പോൾ ഇതെല്ലാം TPMലെ മാത്രം പ്രശ്നമാണെന്നും നീ പോയ സഭയുടെ കുഴപ്പമാണെന്നും പറഞ്ഞ എല്ലാ വിശ്വാസികളും പിന്നെ ഫിന്നിയെ പോലുള്ള പാസ്റ്റർമാരും ഇതെല്ലാം ശ്രദ്ധിച്ച് കേട്ടോണം. TPMകാരനല്ല ഈ സംസാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ വളർന്നതുകൊണ്ട് ഞാനിത് ഓണമായി കഴിഞ്ഞത് ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ഉമ്മാരുടെ കുറെ ക്യാമ്പ് പോകുക കറക്റ്റ് ഡേറ്റിന്. എന്ന് വെച്ചാൽ നമ്മൾ പുറം ലോകമായിട്ടൊരു കണക്ഷനും പാടില്ല. നമ്മുടെ ഈ ചെറിയ പ്രായത്തിൽ ഇൻജെക്ട് ചെയ്ത് ഇരുന്നത് നമ്മളെന്ത് ചെയ്യും, നമ്മുടെ മൈൻഡ് മൊത്തം ഇതായിരിക്കും മരിക്കുന്നവരെ. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതാണെന്ന് തോന്നുന്നു, എൻ്റെ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറഞ്ഞാലേ. അങ്ങനെ ഇവന്മാർ പുറത്തു വിടാതെ ഇങ്ങനെ വളർത്തി കഴിഞ്ഞ് ഞാൻ അത്യാവശ്യം പാടാനൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പം ഞാനിതെല്ലാം കഴിഞ്ഞ് ഒരു ജോലി കാര്യത്തിന് വേണ്ടി ലേക്ക് പോയി. കാരണം ഓൾറെഡി ചർച്ചിൽ നിൽക്കുന്നത് നമുക്ക് ഭയങ്കര പ്രഷറാണ്. കാരണം ചർച്ചിലെന്നും അടി, ബഹളം, കുത്തുപ്രസംഗം, എൻ്റെ വിശ്വാസികൾ, പാസ്റ്റർമാർ. ഇതിനകത്ത് ഒരു വിഭാഗം നല്ല പാസ്റ്റർമാരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവരെ ആർക്കും വേണ്ട. അവരൊരിക്കലും ഇതിനകത്ത് നിൽക്കത്തില്ല. ഈ IPC, AG, ചർച്ച ബോർഡ് പോലുള്ള വലിയ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, TPMകാർ അതിൻ്റെ പീക്കാണ്. പക്ഷെ അതിലും കഷ്ടമാണ്. അവർ പിന്നെ ഏകദേശം അതിൻ്റെ ഉള്ളിൽപ്പെട്ടങ്ങനെ പോകുന്നു എന്നല്ലാണ്ട് മറ്റേത് മുണ്ട് പറിച്ചടിയാണ് സഭകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. ആകെ 4-3 ഉമ്മാർക്ക് 7 പേരെ ഉണ്ടാകത്തുള്ളൂ. 70 പ്രശ്നമായിരിക്കും ആ ചർച്ചയിൽ. അത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പുറത്തേക്ക് രാജ്യം വിട്ടു പോവുക. ഏതാ കൺട്രി എന്നൊന്നും ഞാൻ പറയുന്നില്ല. രാജ്യം വിട്ടു പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനം എന്താണെന്നുള്ളത് ഞാൻ അന്ന് തൊട്ടാണ് അനുഭവിക്കുന്നത്. കാരണം എന്നെ ആരും നിയന്ത്രിക്കാനില്ല. ഞാൻ 1-2 വട്ടവന്മാരുടെ ചർച്ചിൽ പോയി. ഞാൻ പോയ ദിവസം അന്ന് ബൈബിള് വെച്ച് ഏറായിരുന്നു. ബൈബിള് നല്ല ആയുധം ഇരിക്കട്ടാന്നും പറഞ്ഞിട്ട് ആ സെക്രട്ടറിക്ക് കൊടുത്ത് ഞാൻ ഇറങ്ങി. IPC നടക്കുന്ന അതായത് IPC ആണെന്ന് തോന്നുന്നത്. ഞാനൊരു സീനിയർ ദിവാസന്റെ മോനെ, ഞാൻ മടുത്തു, ഞാൻ ഇറങ്ങി. ഞാൻ എവിടെയും പോകാറില്ല. എൻ്റെ മനസ്സിൽ ഈ മുസ്ലിംസ് എന്നൊക്കെ പറഞ്ഞാൽ ഇവന്മാരെ കയറ്റി തന്നേക്കുന്നത് അവരോട് മിണ്ടരുത്, അവര് തീവ്രവാദം പറഞ്ഞ ആളുണ്ടാവാം. പക്ഷെ എൻ്റെ കൂട്ടുകാരും അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് ഹിന്ദുസായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ പുറത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വേറൊരു ലോകത്ത്, ഞാൻ സിനിമ കാണാത്ത ഞാൻ ആദ്യമായിട്ട് ഞാൻ പോവാണ്. അപ്പം ഇതൊക്കെയാണ് ഹാപ്പി. ഇങ്ങനെയൊരു ലോകം ഇതിൻ്റെ പുറത്തുണ്ട്. ഞാനങ്ങനെ മദ്യപിക്കുക അങ്ങനത്തെ ഒരു കാര്യത്തില്ല. അതായത് ഇവർക്ക് ഒരിക്കലും നമ്മൾ സന്തോഷിക്കാൻ പാടില്ല. സന്തോഷിച്ച് കഴിഞ്ഞാൽ ഇവന്മാരുടെ കുരു പൊട്ടും. അത് വീട്ടിലിപ്പോൾ കല്യാണമായാലും ബർത്ത്ഡേ പിന്നെ പറയണ്ടല്ലോ. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഞാൻ പുറത്ത് പോയിട്ട്. എൻ്റെ കൂട്ടുകാർ
അപ്പം എൻ്റെ മൈൻഡിൽ എന്താ, ഇത് തെറ്റാണ്, പാവം, അയ്യോ ഇത് കൊടുക്കാൻ പാടില്ല. അതെന്ന് വെച്ചാൽ അങ്ങനെ മൈൻഡ് ചെയ്തിട്ട് ഇവന്മാർ ഒരു ദിവസം ഈ പിള്ളേർക്കത് അറിയത്തില്ലല്ലോ, എൻ്റെ കൂടെയുള്ള പിള്ളേർക്കത് അറിയത്തില്ല. അവന്മാർ സാറേന്ന് പറഞ്ഞിട്ട് അവന്മാർ വന്ന് എൻ്റെ റൂമിൽ വന്നിട്ട് കേക്ക്, എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. എൻ്റെ ലൈഫിൽ എൻ്റെ അപ്പനും അമ്മയും ഇന്നവരെ എനിക്ക് അങ്ങനൊരു സംഭവം വന്നിട്ടില്ല. അപ്പം പുറം ലോകമായിട്ട് കണക്റ്റഡ് ആയപ്പോഴാണ് ഇവരുടെ ഊടായ്പ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങിയതും. ഇവന്മാർക്ക് നിലനിന്ന് പോകണം, അതിൽ ഇവർ കാണിക്കുന്ന ഓരോ പരിപാടികളാണ് ഇതിൻ്റെ കാര്യങ്ങൾ മൊത്തം. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലും കുറച്ചുകൂടെ ഹാപ്പി ആയത്. കാരണം ഇവരെപ്പോഴും പ്രാർത്ഥിക്കുന്ന കൊച്ച് അങ്ങനെ ഒരു കൊച്ചിനെ കെട്ടിക്കണം എന്നുള്ള മൈൻഡിലാണല്ലോ നമ്മളെ കൊണ്ട് നടക്കുന്നത്, പ്രത്യേകിച്ച് ഈ പാസ്റ്റേഴ്സിൻ്റെ ഒക്കെ മക്കളെ. അങ്ങനെ ഞാനാകെ പെട്ട് ഇപ്പം ഞാൻ വിവാഹം ഉറപ്പിച്ച് ഏകദേശം കഴിഞ്ഞ സമയത്ത് എൻ്റെ അതേ മൈൻഡിലൂടെ വന്നുള്ളൊരു കുട്ടീനെയാണ് എനിക്ക് കിട്ടിയത്. ഞങ്ങൾ രണ്ടും ഒരേ ആശയം ഞാൻ നോക്കുമ്പോൾ. കാരണം എന്നെ കഴിഞ്ഞും വലിയ കോമഡിയാണ് അവളുടെ ലൈഫ്. നശിപ്പിച്ച് നാറാണക്കല്ലെടുത്ത് അവരുടെ ബാല്യവും ആ യൗവനത്തിൻ്റെ സ്റ്റാർട്ടിങ് ടൈമും എല്ലാം നശിപ്പിച്ച് നാറാണക്കല്ലെടുത്ത് കൈ കൊടുത്ത ടീമുകളാണ് ഇവന്മാർ. ഇതിൻ്റെ അകത്ത് ഇപ്പം ഈ പെന്തക്കോസ് വിഭാഗത്തിൻ്റെ സംഘടനകൾക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മളെ കണ്ണു തള്ളിപ്പോവും. ഇപ്പം ഈ IPC തന്നെ ഇപ്പം 3 or 4 കണ്ടാക്കി ഇവന്മാരെല്ലാം കൂടെ അടിച്ചു കൂട്ടിയിട്ട്. അതായത് ഇവർക്ക് അധികാരം വേണം. എന്തിനാ അത് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് ഇതിനകത്ത് പൈസ കിട്ടുമോന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. വേറെ എവിടെയെങ്കിലും ചെയ്യുമ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയും, നമ്മുടെ ഒരു സെൻട്രൽ പാസ്, ഞാൻ പേരൊന്നും പറഞ്ഞില്ല, കോഴിക്കോട് ഏരിയയിലുള്ള ഒരുത്തനാണ് അയാളുടെ ഞാൻ പേര് എനിക്കിഷ്ടമല്ല. 2 പേരുണ്ട്. അതിൽ ഒരുത്തിൻ്റെ 3 or 4 കിട്ടി. കഴിഞ്ഞ ദിവസം ഏതോ കല്യാണത്തിന് പുള്ളി എന്നിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, കൈപൊക്കി. എനിക്ക് സത്യം പറഞ്ഞാൽ ലൈവ് കണ്ടിട്ട് ചിരിയാ വന്നത് ഇയാളുടെ ഈ പരിപാടി കണ്ടിട്ട്. കാരണം സ്വന്തം മോൻ തോന്നുന്ന പോലെ നടക്കുക. അത് ഇവരുടെ സംസാരവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആഭരണത്തിൻ്റെ ഒക്കെ കേസ് വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഇവർക്ക് യുവത്വത്തെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഇവന്മാർക്കങ്ങ് കുരു പൊട്ടും. പിള്ളേരെ നല്ല ചോരത്തിളപ്പുള്ള പ്രായമല്ലേ ഈ പിള്ളേർ, ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആഘോഷിച്ച് നടക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇവന്മാർക്കങ്ങ് കുരുപൊട്ടി. പിന്നെ ആ പിള്ളേർക്കില്ലാത്ത കുറ്റി പെൺപിള്ളേരാണെങ്കിൽ പറയണ്ട, അതിനെ കൊല വിളിക്കും. ഈ ആഭരണത്തിൻ്റെ കേസ് തന്നെ ഞാൻ പഠിച്ചിടത്തോളം ദൈവം അനുഗ്രഹത്തിൻ്റെ ഇതായിട്ടാണ് കൊടുത്തേക്കുന്നത്. പഴയ നിയമം നോക്കി കഴിഞ്ഞാൽ ഇവന്മാർ ഫസ്റ്റ് പഴയ നിയമം അങ്ങ് തള്ളിക്കളയും. ഇവിടെ പറഞ്ഞിട്ടുള്ളതിലെ കുറച്ച് കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായതാണ്. നമ്മളുടെ ചൈൽഡ്ഹുഡ് ഇല്ലാതാക്കുക എന്ന് പറയുന്നത്. ഈ പെന്തക്കോസ്തിലെ തീവ്രമായ വിശ്വാസത്തിൽ ജനിച്ചു വളരുന്ന കുട്ടികൾക്ക് നല്ലൊരു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് സ്വപ്നം കാണാൻ പോലും വിധിക്കപ്പെട്ടിട്ടില്ലാത്തതാണ്. പിന്നീട് മാനസികമായി ഏതെങ്കിലും രീതിയിൽ യുവാക്കൾ സന്തോഷം കണ്ടെത്താൻ കാരണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പാവമാക്കി മാറ്റിവെക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ സിനിമ, സംഗീതം, കല, കായികം എന്ന് വേണ്ട ഏതൊരു കാര്യങ്ങളും പാപമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആ വ്യക്തി പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കൃത്യമായിട്ടും യുവാക്കൾ സന്തോഷിക്കുന്ന കാണുമ്പോൾ നമുക്കോ കിട്ടിയില്ല എങ്കിൽ പിന്നെ ഒരുത്തിനും ഇത് വേണ്ട എന്നുള്ള മൈൻഡ് സെറ്റ്. എൻ്റെ അപ്പനൊക്കെ ഒരു സെൻട്രൽ പാസ് ചെയ്തു, ഞാൻ പേരൊന്നും പറഞ്ഞില്ല, കോഴിക്കോടുള്ള ഒരു പുള്ളിയാണ്. എനിക്ക് അയാളെ പാസ്റ്റർ എന്ന് വിളിക്കാൻ പോലും പറ്റത്തില്ല. ഒരു ലക്കിലേകാനമില്ലാത്തൊരു ചങ്ങായി. എന്നതാ പറയണ്ടേ, എവിടെയാ പറയണ്ടേ ഒന്നുമില്ല. ഇവർ കണ്ടുപിടിക്കുന്ന കുറ്റങ്ങൾ ഭയങ്കര വിചിത്രമാണ്. ഈ സെൻട്രൽ പാസ്റ്റർമാർ പെണ്ണിൻ്റെ തലയിൽ തുണിയില്ല, അതൊക്കെ ഒരു വലിയ കൊടും പാവങ്ങളായിട്ട് പറയുകയാണ്. അതെൻ്റെ കല്യാണത്തിന് ശേഷമാണ് ഞാനിതൊക്കെ ശരിക്കും ഞാനൊരു മെയിലായതുകൊണ്ട് നമ്മൾ ഇത്രയും അനുഭവിക്കുന്നില്ല. ഈ ഒരു കാര്യത്തിൽ അനുഭവിക്കുന്നുണ്ട്, പക്ഷെ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്ത് അനുഭവിക്കുന്നത്. ഇപ്പം ഇവർ ഈ സ്ഥലം മാറ്റം വരുമ്പോൾ ഇവർക്ക് പൈസ കിട്ടണം. മീൻസ് ഏറ്റവും കൂടുതൽ നല്ല നല്ല സഭയിൽ ഇരിക്കണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പൈസ കൊടുക്കണം അവർക്ക്. മാസം അവിടുന്ന് കിട്ടുന്ന ഇത്ര രൂപ വെച്ചിട്ട് യുവമാർക്ക് കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ ആ സഭയിൽ പ്രശ്നം ഉണ്ടാക്കി അവിടുന്ന് കത്ത് വാങ്ങിപ്പിച്ച് ആരെങ്കിലും ഇവന്മാരെ ഇറക്കി വിടും. ഈ സെൻട്രൽ പാസ്റ്റർമാർ IPC നടക്കുന്ന കാര്യമാണ്, നടന്നിട്ടുള്ള കാര്യമാണ്. ഈ കോഴിക്കോടുള്ള ഒരു പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നിലവിൽ. അപ്പം ഇവിടുന്ന് കത്ത് വാങ്ങി ആ ദേവദാസനെ അവിടുന്ന് അടിച്ച് പുറത്താക്കി പുള്ളിക്ക് ഇഷ്ടപ്പെട്ട പൈസ കൂടുതൽ കിട്ടുന്ന ആരാണോ അവരുടെ കൂടെ പോയിരിക്കും. ഇവർക്ക് പൈസയ്ക്ക് വേണ്ടി ഇവർ എന്ത് കള്ളത്തരവും എവിടെയും വിളിച്ചു പറയും. അവന്മാർക്ക് യാതൊരു ദയോ ഒന്നുമില്ല, ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ പെന്തക്കോസ് വിഭാഗത്തിൽ ഇരിക്കുന്നത് IPC ആയാലും ചർച്ചക്കാരായാലും TPM ആയാലും ഏതായാലും ഇതുങ്ങൾക്കൊന്നും ഒരു വിദ്യാഭ്യാസമോ വിവരമോ ഇല്ല. മിക്കതും 6 മാസം 1 വർഷത്തെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു. പിന്നെയും കുറച്ചെങ്കിലും നോളജും ബോധമുള്ളത് BTH ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ. എന്നാലും കണക്കാ ഒന്നുമില്ല.
മരിച്ച വീട്ടിൽ പോയിട്ട് ആശംസ അറിയിക്കുന്നു എന്നൊക്കെ പറയാ. അങ്ങനെ മണ്ടത്തരങ്ങളാണ് വാതുറന്നവന്മാർ പറയുന്നത്. ഒരു കല്യാണം നടത്താനായിരുന്നു സെൻട്രൽ പാസന്മാരുടെ കാര്യം പറയണ്ട. കോഴിക്കോടുള്ള ഒരു സെൻട്രൽ പാസ്, ഞാൻ അയാളെ പേര് ഞാൻ പറയുന്നില്ല, എന്നതാ പറയണ്ടേ, എവിടെയാ പറയണ്ടേ, എന്നതാ ചെയ്യണ്ടേ, യാതൊരു ബോധവും ഇല്ല ഇവന്മാർക്ക്. ഇവന്മാരുടെ മെയിൻ വർഗീയതയാണ് ഇവർ അടിച്ചിറക്കുന്നത് ചെറിയ പ്രായത്തിൽ. നമ്മൾ ഈ ടി വികളിലൊക്കെ കാണുന്നുണ്ടല്ലോ ഈ പ്രവചനം ഊതി വീഴ്ത്തുക. ഇതെങ്ങനെ ഇത് വരുന്നതെന്ന് ബ്രദറിന് അറിയാവോ? അതായത് ഈ പിള്ളേരുടെ എല്ലാം നല്ല പ്രായത്തിൽ 20 വയസ്സ് 18 വയസ്സിൽ ഇവന്മാർ കള്ളതൂതടിക്കും. നിന്നെ ദൈവം അനുഗ്രഹിക്കും, നിന്നെ ദൈവം വിദേശത്ത് കൊണ്ടുപോകുന്നൊക്കെ, നിന്നെ ഞാൻ കീബോർഡ് വായിക്കുന്നത് കാണുന്നു. കൊയർ ടീമിലൊന്നും കീബോർഡ് വായിച്ചിട്ട് ഒരുത്തിനും രക്ഷപ്പെട്ട ചരിത്രമില്ല. നിന്നെ ഞാൻ തബല വായിക്കാൻ കാണുന്നത്. തബല വായിച്ചിട്ട് ആര് രക്ഷപ്പെടാൻ അതിൻ്റെ അകത്ത് സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റും? ഇങ്ങനെ പിള്ളേരെ ക്യാൻവാസ് ചെയ്തിട്ട് ബൈബിൾ കോളേജിൽ കൊണ്ടുപോയി പഠിപ്പിച്ച് ഇവരെ ഇറങ്ങി. ഈ പിള്ളേർ ചിലപ്പോൾ നിഷ്കളങ്ക മനസ്സോടെ ആയിരിക്കും ഇതിനെ ഇറങ്ങുന്നത്. ഇതിനകത്ത് അടിയും പ്രശ്നങ്ങളും ഒന്നും നമുക്ക് ഞങ്ങളൊരു ആർസിക്കാരാ. എൻ്റെ അമ്മ തന്നെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, കള്ളം പറയില്ല എന്നൊക്കെ കരുതിയിട്ട് അപ്പൻ പഠിച്ചിറങ്ങുന്നു, നമ്മൾ ഇതിലോട്ട് ഇറങ്ങുന്നു. 10-28 വർഷമായിട്ട് ഈ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവർ. അപ്പം എനിക്കവർ ഉപദേശിക്കാൻ പറ്റത്തില്ല. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ദൈവം ശപിക്കും, ഇതൊക്കെ ഈ വയലിന്ന് വരുന്നത്. അത് നിന്നെ ദൈവം പിടിക്കുന്നവർ ഉദ്ദേശിക്കുന്നത് ഇവർക്ക് മക്കളാണോ ഇതൊന്നും അവർക്കൊന്നും അറിയേണ്ട കാര്യമില്ല. പിടിക്കുന്ന ഇവർ ഉദ്ദേശിക്കുന്ന ആക്സിഡന്റ് വരിക, അല്ലെങ്കിൽ അംഗവൈകല്യമൊക്കെ വരണേ, സ്വന്തം മക്കൾക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ഇതാ പ്രാർത്ഥനയല്ല, ദൈവം പിടിക്കണം എന്ന് വെച്ചാൽ പനി വന്ന് ഹോസ്പിറ്റലിലാകുക, വലിയ ടൈഫോയിഡൊക്കെ വരിക. ഇവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്? ഇവരെ റെഡിയാവൂല. അങ്ങനത്തെ ഒരു ടീമാണ് ഇവര്. ഞാൻ അങ്ങനെ എന്ത് ചെയ്യും ബ്രദറെ, ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. ഞാൻ ചില ദേവദാസന്മാരുടെ മക്കളെ, എൻ്റെ അതേ മൈൻഡുള്ള കുറച്ച് പേരുണ്ട്. ഞാനത് കുറേ പേരെ ഈ ഇടയ്ക്ക് ഒരു 1.5-2 വർഷമായിട്ട് കൂടി വരും ഈ പ്രശ്നങ്ങൾ. അതിലിപ്പോൾ 25 അംഗങ്ങളുണ്ട്. അതിനകത്ത് ഏകദേശം 18ഓളം പേര് ഇത് വിട്ടു, മറ്റ് സഭകളിലേക്ക് മാറുന്ന രീതിയിലോട്ടായി. കാരണം എല്ലാ പിള്ളേർക്കും ജോലിയുണ്ട്, സ്വന്തം വരുമാനം ഇടാറ്. ഞാനൊക്കെ എനിക്ക് വാശിയുണ്ട് ഇവിടുന്ന് നാട് വിടണം. അപ്പം അടുത്ത കുമാരുടെ പരിപാടിയുണ്ട്. ബാക്കിയുള്ള പിള്ളേർ ഏകദേശം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ മാറ്റുക എന്ന് പറഞ്ഞാൽ മതം മാറ്റല്ല, യഥാർത്ഥ മനുഷ്യനാകുക. ആദ്യം മനുഷ്യൻ. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറമേ അല്ല അകം എന്തായിരിക്കുന്നു ക്ലാവ് പിടിച്ചിരിക്കുക. അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കുറേ പേര് മാറി. ഇപ്പം ഞാനും എൻ്റെ വൈഫൊക്കെ ഫ്യൂച്ചറിൽ മാറണം എന്ന മൈൻഡിലൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളെന്തായാലും മാറാൻ വേണ്ടി ഇങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ അകത്ത് കുടുങ്ങി കിടപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഇതൊരിക്കലും നന്നാവത്തില്ല. കാരണം ഇവന്മാരുടെ പഠിപ്പീരും പരിപാടിയും ചെറിയ പ്രായം തൊട്ട് ക്യാൻവാസ് ചെയ്ത് അങ്ങനെ ആക്കിയെടുത്ത് കൊണ്ടുവന്നേക്കും. ഇതിൻ്റെ അകത്തെ മ്ലേച്ഛതകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബോധം കെടും. മറ്റു സമുദായത്തെ കുറ്റം പറയും ഇവന്മാരെന്നിട്ട്. അവർ വിഗ്രഹത്തെ ആരാധിക്കുക. അവരെങ്ങനെ ഇവന്മാരെ കഴിഞ്ഞ് എത്രയോ നല്ലതായിട്ടാണ് മർത്തമ്മക്കാർ ആർസിക്കാരും ജീവിക്കുന്നത്, CSIക്കാർ ജീവിക്കുന്നത്. ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, ഇതൊരു TPM വിശ്വാസി അല്ല സംസാരിക്കുന്നത്. IPCയിലെ ഒരു സീനിയർ പാസ്റ്ററുടെ മകനാണ് ഈ സംസാരിക്കുന്നത്. ഞാൻ പ്രത്യേകം ആർക്കും എടുത്തു പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ IPC പോലൊരു സഭ എത്ര വിഭാഗമായിട്ട് തല്ലിപ്പിരിഞ്ഞിട്ടുണ്ടെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. പിന്നീട് ഈ സെൻട്രൽ പാസ്റ്റർമാർക്ക് പൈസ കൊടുക്കുന്ന കാര്യം പറയുന്നത് എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാകാൻ തരമില്ല. അതെന്ന് പറയുമ്പോൾ ഈ സെൻട്രൽ പാസ്റ്റർ അല്ലെങ്കിൽ ഈ സെൻട്രൽ ഫെയ്ത്ത് ഹോം എന്ന് പറയുന്നത്, ഫെയ്ത്ത് ഹോം എന്നാണ് ഇവർ പള്ളികളെ പറയുന്നത്. അപ്പോൾ ആ ഒരു സഭ അല്ലെങ്കിൽ ആ ഒരു സെൻട്രൽ പാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി അതിനടിയിൽപ്പെട്ട ഒരു 100-150 സഭകൾ ഒരുമിച്ച് ചേരുന്നതിൻ്റെ മധ്യസ്ഥനായിരിക്കും ആ പുള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ആ പുള്ളിയാണ് തീരുമാനിക്കുന്നത് ഓരോരോ പാസ്റ്റർമാരും, അതായത് ആ സെൻറ്ററിൻ്റെ അടിയിലുള്ള ഓരോ പാസ്റ്റർമാരും ഏതൊക്കെ സഭകളിലേക്ക് ഓരോരോ വർഷങ്ങളിൽ പോകണം. അല്ലെങ്കിൽ പൊതുവിൽ ഈ IPCയിലൊക്കെ കാണാറുള്ളത് 2, 3, 5 വർഷം അങ്ങനെ കണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കൃത്യമായിട്ടും ഓർമ്മയില്ല. അപ്പോൾ ഇത്രയും നാൾ ഓരോ പാസ്റ്റർമാരും എവിടെ പോകണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടാണ്. അപ്പോൾ ഈ ഓരോരുത്തടത്തും പോകുമ്പോൾ ഇപ്പോൾ ചിലയിടത്ത് പാവപ്പെട്ടവർ മാത്രമായിരിക്കും വിശ്വാസികൾ, വലിയ കാശില്ലാത്ത ഒരു ഗ്രാമത്തിലൊക്കെ ആണെങ്കിൽ അങ്ങനെയായിരിക്കും. നേരെ മറിച്ചിട്ട് വലിയ സിറ്റികളിൽ, ഇപ്പോൾ എറണാകുളം അല്ലെങ്കിൽ തിരുവല്ല അതേപോലെയുള്ള മെയിൻ ഏരിയകളിലെ മെയിൻ സഭകളിൽ പോവുകയാണെങ്കിൽ നല്ല കോടീശ്വരന്മാരുടെ സഭകളായിരിക്കും. അപ്പോൾ കോടീശ്വരന്മാർ അവരുടെ ഇപ്പോൾ 1 കോടിയുടെ 10% കൊണ്ട് കൊടുക്കുമ്പോൾ 1 ലക്ഷം രൂപ അവിടെ കിട്ടും. അത് ലിക്വിഡ് മണിയാണ്. വീണ്ടും ശ്രദ്ധിച്ചോണം, ലിക്വിഡ് മണിയാണ് ഈ കയ്യിലോട്ട് കിട്ടുന്നത്. അപ്പോൾ അതിന് കണക്കില്ല. ആ കാര്യങ്ങളെല്ലാം അവർ ആവശ്യത്തിനെടുത്ത് വിനിയോഗിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സഭകൾ കിട്ടാനായിട്ട് ഇവർ ഇഷ്ടംപോലെ കാശ് കൊണ്ട് സത്യം പറഞ്ഞാൽ ബ്രൈബ് കൊടുക്കുക, അതായത് കൈക്കൂലി കൊടുക്കുക. നല്ല സഭകളിലേക്ക് എന്നെ തള്ളി വിടണേ അച്ചായ എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ പാസ്റ്ററിന് കൈക്കൂലി കൊടുക്കുന്നതാണ് ഇവിടെ പറഞ്ഞത്. ഇതിൻ്റെ അകത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല. ചെറിയ പ്രായത്തിൽ ഈ പിള്ളേരെ ഇങ്ങനെ ക്യാൻവാസ് ചെയ്തിട്ട് ഇവർ ബൈബിൾ കോളേജിലെല്ലാം പഠിപ്പിച്ച് ഇറക്കും. ഇവർ കീബോർഡ് വായിക്കുന്ന വർഷിപ്പ് ലീഡേഴ്സ്. ഇവർക്ക് പല തലങ്ങളുണ്ട്. പാസ്റ്റർമാരായിട്ട് മാത്രമല്ല ഇവർ പോകുന്നത്.
ഇങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോൾ വരുമാനം നിലയ്ക്കും ഈ പിള്ളേർക്ക്. കാരണം ഇതിൻ്റെ അകത്തുനിന്ന് വരുമാനം, ഇതിൻ്റെ അകത്ത് കള്ളത്തരം പറഞ്ഞാലേ വരുമാനം കിട്ടത്തുള്ളൂ, അല്ലാണ്ട് നിൽക്കുന്ന ആർക്കും കിട്ടത്തില്ല. ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം കളിക്കാൻ അറിയണം. തന്തയ്ക്ക് വിളിച്ചാൽ അവൻ്റെ വീട്ടിൽ പോയി കാലെ പിടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ IPCയുടെ അല്ലെങ്കിൽ AGയുടെ ജനറൽ പ്രസിഡൻ്റൊക്കെ ആവും. അതിനുള്ള കാര്യം തൊലിക്കട്ടി ഉണ്ടെങ്കിൽ ഈ പരിപാടിക്ക് ഇറങ്ങാവോ? എനിക്ക് ഇറങ്ങാൻ പോകുന്ന പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്, മാന്യമായിട്ട് തൊഴിൽ ചെയ്യുക, രക്ഷപ്പെട്ടുള്ള. ഇനി ഇതിലോട്ട് ചാടാൻ നിൽക്കുന്ന ടീമിനോട് എനിക്ക് പറയാനുള്ളത്, പെന്തക്കോസ് ഒരു കൾട്ടാണ്. ഇതിൻ്റെ അകത്ത് വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ വർഗീയത പറയാത്ത ആരും എനിക്ക് തോന്നില്ല. ഞാൻ ഇന്നവരെ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. ഇതിൻ്റെ അകത്ത് ആത്മീയമായിട്ട് പോകുന്നവരെല്ലാം വർഗീയത പറയും. ഇവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പിള്ളേരെല്ലാം ക്യാൻവാസ് ചെയ്തിട്ട് ഇവർ പഠിച്ചിറങ്ങി വരുമാനം മുട്ടുമ്പോൾ ഇവർ ഓരോ പരിപാടികൾ തുടങ്ങും. നമ്മുടെ ഈ സ്വർഗീയ വിരുന്ന് പോലുള്ള പരിപാടികളുണ്ടല്ലോ, മറ്റേ ട്രാൻസ് സിനിമയ്ക്കകത്ത് ഫഹദ് ഫാസിലൊക്കെ കാണിക്കുന്ന പോലെ ഇപ്പോൾ അടിക്കാൻ നോക്കുമ്പോൾ എഴുന്നേറ്റ് പറക്കുന്നു, പിന്നെ പേര് പറഞ്ഞ് വിളിക്കുന്നത്. ഫുള്ള് ഉടായിപ്പോട്ടോ അത്. ഞാനൊന്നും കണ്ടിട്ടൊന്നുമില്ല. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഈ ടെക്നോളജി ഒന്നും വളരാത്ത പ്രായത്തിൽ. ഇപ്പം ഇങ്ങനത്തെ ടീമുകളില്ല, അങ്ങനെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞതില്ല. ഉണ്ടാവാം, എനിക്കറിയത്തില്ല. ഞാനൊന്നിലും വിശ്വസിക്കുന്നില്ല. കാരണം ഇവന്മാർ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോകും. അപ്പം ഇവന്മാർ ലാസ്റ്റ് എന്ത്, ഈ വരുമാനമാണ് ഈ പിള്ളേർ ഓരോ പരിപാടികൾ തുടങ്ങും. ഇവന്മാർ പാസ് എന്നുള്ള ലെവലിൽ അപ്പോഴത്തേക്ക് അറിയപ്പെടും. കള്ളപ്പരിപാടികൾ തുടങ്ങും, മീറ്റിങ്ങുകൾ തുടങ്ങും. പിന്നെ ഇവന്മാർ പ്രവാചകന്മാർ ഊതി വീഴ്ത്തുന്നു, തള്ളി വീഴ്ത്തുന്നു. ഇങ്ങനെയാണ് പിള്ളേർ ഇതിനകത്ത് വഷളായി പോകുന്നത്. കാരണം വരുമാനം നിലയ്ക്കുമ്പോഴാണ് ഓരോരോ ഐഡിയകളായിട്ട് ഓരോരുത്തന്മാർ ഇറങ്ങുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുറേ പുടുക്കുത്തുകളുണ്ട്. അത് ഇനിയും പുറത്തു കൊണ്ടുവരണം, കൊണ്ടുവന്നേ പറ്റൂ. ഇത് നന്നാകത്തൊന്നുമില്ല, ഇതൊരു കൾട്ട് പരിപാടിയാണ്. ഇതിലോട്ട് ആരും പോയി ചാടാൻ നിൽക്കണ്ട. ഇവന്മാർ പലതും പറഞ്ഞു വരും, വീട്ടിൽ കൂടെ ഇതിലൂടെ വലത്ത് ചെവി കൂടെ കേൾക്കുക, ഇടത്ത് ചെവി. എൻ്റെ അമ്മയോട് ഞാനിത് പറഞ്ഞപ്പം, ഞാൻ ഇതുവരെ കാണാത്തൊരമ്മേനെയാണ് കണ്ടത്. എൻ്റെ നേരെ ചാടുന്നു, വടിയെടുക്കുന്നു, എൻ്റെ നേരെ പാഞ്ഞു വരും. ഞാൻ ഇതുവരെ അമ്മയുടെ ഒരു ഫേസ് അല്ല ഞാൻ കണ്ടത്. നീ മുടിഞ്ഞു പോകും, നിന്നെ ദൈവം പിടിക്കും, നിന്നെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന മൈൻഡിലായിരിക്കുന്നത്. അപ്പം ഇവരുടെ ഉള്ളിലെ ആ വർഗീയത എത്രത്തോളം ഉണ്ടെന്ന് ഞാനൊന്ന് സ്റ്റക്കായിപ്പോയിരുന്നു. കാരണം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇവരുടെ അപ്പം എത്രത്തോളമാണ് ഇവർ ഇതിൻ്റെ അകത്ത് അഡിക്റ്റായിട്ട് ഇരിക്കുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ ദൈവം കടിക്കുക പിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പുള്ളിക്കാരൻ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതായത് നീ ഇനിയും എങ്ങനെയൊക്കെ ജീവനില്ലാതെ ഇവിടെ കിടന്നാലും വേണ്ടില്ല, നീ ഈ വിശ്വാസം വിട്ടു പോകരുത്, അത് തെറ്റാണെന്ന് പറയരുത്. അതാണ് ഒരു കൾട്ടിൻ്റെ സ്വഭാവം. അതായത് അവർക്ക് സുബോധം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവില്ല. സ്വന്തം മകനാണോ മകളാണോ അതൊന്നും അവിടെ വില പോകുന്ന ഒരു ഇമോഷനേ അല്ല. അവർക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഈ കൾട്ടാണ്. ദൈവം എന്നതിലുപരി ഈ ഒരു വിശ്വാസം, പെന്തക്കോസ് എന്ന ഒരു ആശയം, അതുമായി ബന്ധപ്പെട്ടുള്ള സഭകൾ, അതിൻ്റെ വിശ്വാസങ്ങൾ, പാസ്റ്റർമാരൊക്കെയാണ് ഇവർക്ക് ഏറ്റവും വലുതായിട്ടുള്ള കാര്യം. അപ്പോൾ അതേപോലെയുള്ളവർക്ക് മക്കൾ, അപ്പൻ, അമ്മ, അങ്ങനെയുള്ള വ്യക്തിബന്ധങ്ങൾ, സ്വന്തങ്ങൾ എന്നതൊന്നും യാതൊരു വിലയില്ലാത്ത കാര്യമാണ്. സ്വന്തം മക്കളെ പോലും കുരുതി കൊടുക്കാൻ പറയുന്ന ഒരു യഹോവയെ വിശ്വസിക്കുന്ന ആളുകൾക്ക്, സേവിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നീട് ഇവിടെ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്, ദൈവവിശ്വാസം, കാര്യങ്ങൾ, സഭ എന്നതിനപ്പുറം എങ്ങനെയാണ് ഒരു പോയിന്റ് കഴിയുമ്പോൾ പലർക്കും അവരുടെ നിലനിൽപ്പിനായിട്ട് ഇത് തന്നെ ചെയ്യേണ്ടി വരുന്നത്. ഒരുപക്ഷെ അവർ തുടങ്ങുന്നത് നല്ലുദ്ദേശത്തോടു കൂടിയൊക്കെ ആയിരിക്കാം. അവരുടെ ഈ ദൈവസ്നേഹമോ അല്ലെങ്കിൽ ദൈവത്തിലുള്ള അതിയായ വിശ്വാസമോ കാര്യങ്ങളോ വെച്ചിട്ടായിരിക്കാം ഇവർ തുടങ്ങുന്നത്. പക്ഷേ ഒരു പോയിന്റ് കഴിയുമ്പോഴേക്കും ഇവർക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട്, കാരണം വിദ്യാഭ്യാസമില്ല, മറ്റ് യാതൊരുവിധ കാര്യങ്ങളുമില്ല, പലർക്കും ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ഈ വിശ്വാസം അല്ലെങ്കിൽ ഈ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ വെറും കെട്ടുകഥയാണെന്നൊരു റിയലൈസേഷൻ വരും. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും ഇവർക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കാര്യമില്ല. അടുത്തതായി ഫർദർ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയയും ഇല്ലാതായി നിൽക്കുമ്പോൾ അവർ ഈ ട്രാൻസ് സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ, ഫഹദ് ഫാസിലിനെ പോലെ അങ്ങനെ ഒരു ഉഡായിപ്പ് പാസ്റ്ററായി മാറുക എന്നത് മാത്രമാണ് അവരുടെ ചോയ്സ്. വേറൊരു കാര്യം വെച്ചാൽ ഇവന്മാർക്ക് വൈരാഗ്യമാണ്. ഇപ്പോൾ പാസ്റ്റർമാരോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസികളുടെ വൈരാഗ്യം ഉണ്ടെങ്കിൽ, ഇവന്മാർ ഈ സെൻട്രൽ പാസ്റ്റർമാരുടെ കാര്യമാണ് പറയുന്നത്. ഇവന്മാരാണ് ഈ സംഘടനയുടെ ശാപം എന്ന് പറയുന്നത്. IPC പോലുള്ള സംഘടന. ഇതിങ്ങൾക്ക് 3 വർഷം കൂടുമ്പോൾ ട്രാൻസ്ഫർ കൊടുക്കണ്ട, അല്ലെങ്കിൽ 4 വർഷം മാക്സിമം. ഇത് 7, 8, 9, 10, 15 ആജീവനാന്ത കാലം വരെ സെൻട്രൽ പാസ്റ്റർമാരായിട്ട് കുത്തിയിരിക്കുക. ശരിക്കും ഇവരൊരു ആൾദൈവമാണ്. ഇത് ഏതെങ്കിലും ഒരു സെൻട്രൽ പാസ്റ്റർ കേൾക്കുന്നതിന് നിങ്ങൾ ചിന്തിക്കും, നിങ്ങളൊരു ആൾദൈവമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, അല്ലാണ്ട് ദൈവത്തിൻ്റെ പ്രതിപുരുഷനല്ല. ഇത് മാറിപ്പോണ്ട്. എന്നാൽ സഭാഭാഷന്മാരെ മാറ്റാൻ വേണ്ടി ഇവന്മാർ ഓടി നടക്കുക. എങ്ങനെ മാറ്റാം? അവിടെ നിന്ന് ഇവന്മാർക്ക് പൈസ കൂടുതൽ തരുന്ന പാസ്റ്റർ ഏതാണ് അവിടെ കൊണ്ടിടും. ഇപ്പോൾ ഒരു പൈസ വാങ്ങുന്നുണ്ട്. പൈസ വാങ്ങുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും. ഇതുപോലെ ഇവന്മാരാണ് ശാപം. ഇവന്മാർക്ക്
ഇഷ്ടപ്പെടാത്ത ഒരു പാർശ്വമാണോ അല്ലെങ്കിൽ ഒരു വിശ്വാസി ഒരു കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇച്ചിരി കാശുള്ള വീട്ടിൽ നിന്ന് വിവാഹം ഇവന്മാരത് മുടക്കും. ഇവന്മാരത് പല രീതിയിൽ ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഒരു ഹിന്ദു കുട്ടീനെ ഒരു RC ബാക്ക്ഗ്രൗണ്ടിൽ പെന്തക്കോസിൽ വന്നൊരു യുവാവ് കെട്ടുവാണെങ്കിൽ ആ യുവാവിൻ്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞ്, ഞാൻ കേട്ടതാണ് കേട്ടോ ഒരാൾ പറഞ്ഞത്, അത് ഒരു വേറൊരു ദിവാസന അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു, ഇത് നടക്കാൻ പാടില്ല. അപ്പോൾ ഇവന്മാരുടെ മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക എന്നതാണ്. ഇവന്മാരിത് മുടക്കാൻ വേണ്ടി മാക്സിമം ഇവന്മാർ ശ്രമിക്കും. എവിടെയെങ്കിലും ഒന്ന് ഇത് മുടക്കി ഒരു കുടുംബത്തിൽ നല്ല കാര്യം നടത്തുന്നുണ്ടെങ്കിൽ ഇവർക്ക് ആഘോഷിക്കുന്നത് പറ്റൂല. അയ്യോ, ഭയങ്കര പ്രശ്നം ഇവന്മാർക്ക്. ആഘോഷിച്ച് കഴിഞ്ഞാൽ ഇവന്മാരുടെ നെഞ്ച് താരും. ഓരോ കുടുംബങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കും ഇവന്മാർ. അവിടെ വേറെ എന്തെങ്കിലും കേസ് കേട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവോഴ്സ് കേസ് കേട്ടോ. ഇപ്പൊ ഈ മറ്റേ മിസൈലൊക്കെ വന്ന് വീഴുമ്പോൾ ഇവന്മാർ ഭയങ്കര സന്തോഷം ഇവന്മാർ ഈ ടീംസിന്. കാരണം കർത്താവ് വരാൻ പോവാണല്ലോ. അങ്ങനത്തെ സൈക്കോപാത്തുകളാണ് ഇവരോട് നമ്മളെന്നാ പറഞ്ഞിട്ടും കാര്യം ഇവര് വേറൊരു രീതിയിലാണ്. വേറൊരു മെയിൻ കാര്യം പറയാൻ മതി, ഇവർക്ക് കല്യാണം വരുന്ന സമയത്ത് എനിക്കായ പോലും ഇവരുടെ സംസാരം എങ്ങനെയാണെന്ന് വെച്ചാൽ, RC-കാരാണെങ്കിൽ RS to RC. എൻ്റെയൊക്കെ മൈൻഡിൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കാസ്റ്റ് നോക്കത്തില്ല എന്നൊക്കെയുള്ള മൈൻഡിലായിരുന്നു ഞാനിരുന്നത്. പക്ഷെ എൻ്റെ കല്യാണം വന്നപ്പോഴാണ് നമ്മൾ RC to RC കെട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ക്നാനായക്കാരെ മാത്രമേ കെട്ടത്തുള്ളൂ എന്ന് മനസ്സിലായത്. ഞാനൊരു പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കാൻ നടത്തില്ല. ഒരു സഭയിൽ ഞാൻ പാടാനും കൊയറിലൊക്കെ പോകും. ആ സഭയിൽ ചെന്നപ്പം അവർക്ക് ക്നാനായക്കാർക്ക് ഒരു സെക്ഷനാണ് അകത്രമേശ കൊടുക്കത്തുള്ളൂ, മറ്റ് RC-കാർക്ക് ഒരു സെക്ഷൻ, മറ്റ് അതർ കാസ്റ്റ് അതായത് ഹിന്ദുസിന് വന്ന മുസ്ലിം അവർക്ക് വേറെ. അതായത് ഇവർക്ക് നമ്മൾ ഈ കപ്പ് മുട്ടിച്ച് കൊടുക്കുന്നത് ഭയങ്കര, അതിന് പോലും മുട്ടിച്ച് കുടിക്കും. ഞാനീ പറഞ്ഞ ടേംസുകളൊക്കെ ബ്രദറിന് മനസ്സിലാവുമെന്നാണ് എൻ്റെ വിചാരം. ഞാനിപ്പോൾ ആത്മീയ ടേംസ് ഇവന്മാർക്ക് വരെ ഇതുണ്ടല്ലോ, വാക്കുകളുണ്ടല്ലോ. ആ ഗ്ലാസ് മുട്ടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇവർക്ക് ഇപ്പം സെപ്പറേറ്റ് ആക്കി ഗ്ലാസ്സുകൾ, കുഞ്ഞു പുതിയ ഗ്ലാസ്സുകൾ വെച്ചേക്കുക. കാരണം എന്താ, ഒരുത്തം കുടിക്കുന്നത് മറ്റവന് പറ്റത്തില്ല. പിന്നെ ഇപ്പം പെന്തക്കോസ്തുകാർ ഇപ്പം ഒരു ട്രെൻഡായിട്ടുള്ളൊരു സംഭവമാണ് കല്ലറകൾ സെപ്പറേറ്റ് പണിയാ. ഇവന്മാർക്ക് ഇത്രയും നാൾ അങ്ങനെ ഒരു പരിപാടി ഇല്ലായിരുന്നു. ഇപ്പം അവനവൻ്റെ പറമ്പിൽ കല്ലറ കുത്തുകയാണ് എല്ലാവരും. കാരണം എന്നാ, മറ്റവൻ്റെ കൂട്ടത്തിൽ കിടങ്ങി. ഇവരുടെ പ്രവൃത്തിയും ഇവരുടെ ജീവിതവും അല്ലെങ്കിൽ ഇവർ പഠിപ്പിക്കുന്ന ബൈബിളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അവന്മാർക്ക്. ഇവർക്ക് ആഭരണം ഇടുന്ന കേസൊക്കെ ഇവർ പറയുമ്പോൾ അങ്ങ് എന്നാൽ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ട് നിന്റെ വസ്തു വിറ്റിട്ട് എന്ത് ചെയ്യും, ദരിദ്രന് ആ ആശയം പറയത്തില്ല, അത് പറ്റത്തില്ല. TPM മെഗാ കൾട്ടാണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയമില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ IPC അതേപോലെയുള്ള സഭകൾക്കകത്ത് എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ന് കേട്ട് കഴിയുമ്പോൾ ഇതിലും ഭേദം TPM തന്നെയാണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയമില്ല, അതിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ. ഇനി അതുമാത്രമല്ലാതെ ഞാൻ ഈ പെന്തക്കോസ്ത് സഭകളുമായി റിലേറ്റഡ് ആയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഒത്തിരി കാലമായി. അതുകൊണ്ട് തന്നെ ഈ കല്ലറകളൊക്കെ വേറെ പണിയാൻ തുടങ്ങി എന്നത് എനിക്കൊരു ന്യൂ ഇൻഫർമേഷൻ ആയിരുന്നു. മറ്റ് സഭക്കാരെ നോക്കി കൊഞ്ഞണം കുത്തിക്കൊണ്ടിരുന്ന കാരണങ്ങൾ ഓരോന്നും ഇപ്പോൾ ഇവർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ലാതെ കർത്തൃമേശ, അതായത് ലോർഡ്സ് ടേബിൾ എന്ന് പറയുന്ന പരിപാടിയിൽ ഇപ്പോൾ ഓരോരോ സിംഗിൾ ഇൻഡിവിജ്വൽ കപ്പുകൾ കൊടുക്കാൻ തുടങ്ങി എന്നതും പുതിയൊരു അറിവാണ്. ഇതിനു മുൻപ് ഒരു പെന്തക്കോസ്ത് വിശ്വാസി സ്ത്രീ വിളിച്ചിട്ട് നമ്മളോട് സംസാരിച്ചതിൽ പറഞ്ഞിട്ടുണ്ട്, ഇവരെ ഒരേ അപ്പത്തിൻ്റെ അംശി എന്നൊക്കെ പറയുന്നതും പ്രവൃത്തിയും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ലെന്ന്. അതിനെ ഊട്ടി ഉറപ്പിക്കുന്ന കാര്യം തന്നെയാണ് പാസ്റ്ററുടെ മകൻ. വീണ്ടും ഞാൻ എടുത്തു പറയുന്നു, TPM അല്ല, ഇതര പെന്തക്കോസ്ത് സഭയിലെ സീനിയർ പാസ്റ്ററുടെ മകൻ കേട്ടതിൽ നിങ്ങൾക്ക് എന്താണ് ഇനിയും പറയാനുള്ളത്? വേറൊരു കാര്യം എന്താ വെച്ചാൽ ബ്രദറെ, ഒറ്റ പെന്തക്കോസ്തുകാരനെ ഇതിനകത്ത് കുറച്ച് പിള്ളേരുണ്ട് ഇതിനകത്ത് മാറി നിൽക്കുന്നത്. ഞാനിപ്പോൾ എല്ലാത്തിനും പോകാറുണ്ട് മിക്കവാറും. എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല എന്ന് ഇവന്മാർക്ക് മനസ്സിലായി. ഞാനൊക്കെ അത്ര ആക്റ്റീവായിട്ട് എല്ലാത്തിലും നിന്ന ആൾക്കാരാണ്. എനിക്ക് ഇവന്മാരുടെ തട്ടിപ്പ് മനസ്സിലായപ്പോഴാണ് നമ്മൾ വിശ്വസിക്കുന്ന പല ദൈവാസന്മാർക്കും വേറെ പെണ്ണുകേസ് ഉൾപ്പെടെ പല പരിപാടികളുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് നമ്മളിത് കുറേ തിരിഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങിയത്. വേറൊരു കാര്യം വെച്ചാൽ പെന്തക്കോസ് ഈ വിഭാഗത്തിൽപ്പെട്ട പിള്ളേരെ നിങ്ങൾക്ക് ഒരു പെരുന്നാളിൽ കാണാൻ പറ്റില്ല. മുസ്ലിംസിൻ്റെ അവർ പോകത്തില്ല. ഇവരൊരു ഓണപ്പരിപാടിക്ക് വളരെ റെയറായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഈ ഇടയ്ക്കാണ് ഇതിനൊക്കെ മാറ്റം വന്നു തുടങ്ങിയത്. അത് ഒരു നാട്ടിലൊരു ക്രിസ്ത്യൻ പള്ളിയിൽ ഒരു പെരുന്നാൾ നടക്കാം. നമുക്ക് പിന്നെ പെരുന്നാളില്ലല്ലോ, എല്ലാ പകലതും പാവമല്ലേ. പിന്നെ വേറൊരു കാര്യം ബ്രദർ ചിന്തിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചില്ല, ഈ പെന്തക്കോസുകാരുടെ മിക്ക ചർച്ചിൻ്റെ ഫ്രണ്ടിൽ കൊടിമരം ഉയർത്തു ഓഗസ്റ്റ് 15. ഇവന്മാർക്ക് അതുമില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാനിപ്പം ഒരു സീനിയർ, എൻ്റെ അപ്പനൊരു മാസ്റ്ററൊക്കെയായിട്ട് നിൽക്കുന്ന ആളാണ്. ഞങ്ങൾ ഏകദേശം ഒരുപാട് ചർച്ചിൽ ഇരുന്നിട്ടുണ്ട്. ഒരു ചർച്ചിലും കൊടിമരം ഇല്ല. ഇവന്മാർ കൊടി ഉയർത്തത്തില്ല.
ഇവന്മാർ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞിട്ട് ഭയങ്കര പ്രാർത്ഥനയൊക്കെ നടത്തും. പക്ഷെ ഒരു ഒഫീഷ്യൽ കാര്യം വരുമ്പോൾ ഇവന്മാർ മുങ്ങും. ഈ അടുത്ത കാലത്തെങ്ങാണ്ടാണ് പ്രളയമൊക്കെ വന്നതിന് ശേഷം നാട്ടുകാരൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ പെന്തക്കോസ്ത് സംഘടനകളൊക്കെ സഹായം നാട്ടുകാർക്ക് ചെയ്യാൻ തുടങ്ങിയത്. മറ്റേത് മൊത്തം അടിച്ചു മാറ്റിയിട്ട് ഇവന്മാർക്ക് തന്നെ ചെയ്യുന്ന പരിപാടികളായിരുന്നു ഇതിൻ്റെ അകത്ത് മൊത്തം. ഇതൊക്കെ കേട്ടിട്ടെങ്കിലും ഒരു ജനറേഷൻ എൻ്റെ ഈ വാക്ക് കേൾക്കുന്ന ഇതിൽ പെന്തക്കോസ്തുകാരുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് മാറുക, ഇതിൻ്റെ അകത്ത് നിൽക്കരുത്. ഇതൊരു കൾട്ട് ഉപദേശമാണ്, ഇതൊരു കൾട്ടാണ്. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്, രാജ്യം സമ്പൽ സമൃദ്ധിയിലേക്ക് പോകാനാണ് ഈ പ്രാർത്ഥിക്കുന്നതെന്ന്. രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ രാജ്യത്തിലെ ഹിന്ദുക്കളെല്ലാം രക്ഷിച്ചെടുക്കാനായിട്ട്, അതായത് രക്ഷപ്പെടുത്തി ഈ ക്രിസ്തുമാർഗത്തിലേക്ക്. ക്രിസ്തുമാർഗം എന്ന് പറയുമ്പം മറ്റുള്ള കത്തോലിക്ക, മർത്തോമ, ഓർത്തഡോക്സ്, യാക്കോബൈറ്റ് ഒന്നും ക്രിസ്തുമാർഗ്ഗമല്ല, നമ്മുടെ പെന്തക്കോസ്ത് മാർഗത്തിലേക്ക് വരുത്താനാണ് ഇവർ ഈ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ആരും അബദ്ധവശാൽ പോലും തെറ്റിദ്ധരിക്കരുത് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്കായിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ എക്കണോമി വർദ്ധിക്കാനോ, അവിടുത്തെ രാജ്യസുരക്ഷ വർദ്ധിക്കാനോ, അല്ലെങ്കിൽ അവിടുത്തെ യുവാക്കൾക്ക് ജോലി കിട്ടാനോ, ഇതിനൊന്നും വേണ്ടിയിട്ടല്ല ഇവർ പ്രാർത്ഥിക്കുന്നത്. ഇതൊന്നും അവരുടെ മാറ്റർ ഓഫ് കൺസേണും അല്ല. ഇതൊക്കെ നശിച്ചു പോകാൻ പോകുന്ന, അഴിഞ്ഞു പോകുന്ന ലോകമാണ്. ഇവിടുത്തെ ഒരു സാധനവും അവർക്ക് ഒരു വിലയുള്ള കാര്യങ്ങളല്ല. ആകെ ഇവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ പുതുതായിട്ട് പെന്തക്കോസ്തിലേക്ക് വരണം. അതിൻ്റെ മോട്ടിവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ആത്മാവ് രക്ഷിക്കപ്പെടുമ്പോഴും മുഴു ലോകത്തെ നേടുന്നതിനേക്കാൾ മെച്ചം എന്നൊരു വാചകം ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതിനനുസരിച്ചുള്ള സമ്മാനം അവർക്ക് കിട്ടും എന്നുള്ള ആ ഒരു അതിമോഹത്തിലാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ TPM കാരനല്ലാത്ത ഒരു പാസ്റ്ററുടെ, സീനിയർ പാസ്റ്ററുടെ മകൻ ഇങ്ങനെ വന്ന് പറയുമ്പോൾ ഇതിനെ ഇനി എന്ത് പറഞ്ഞാണ് നിങ്ങൾ ന്യായീകരിക്കാൻ പോകുന്നത്? ഇനി ഇതിനെ നിങ്ങൾ ന്യായീകരിച്ചോളൂ. ഇനി ഒരു കടൽ പോലെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. പുതിയ ആൾക്കാർ പുറത്തേക്ക് വരും, സംസാരിക്കും. കാരണം നിങ്ങൾ ഇത്രയും കാലം തലമുറകളായി കാണിച്ചുകൊണ്ടിരുന്ന അനീതിയുടേത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ എഴുതി വെച്ച് തരാം. നമ്മുടെ പാസ്റ്റർമാരൊക്കെ പറയുന്ന തൊട്ട് സ്വർഗമില്ല ഒപ്പ് എന്ന് പറയുന്നത് പോലെ പെന്തക്കോസ്ത് എന്ന് പറയുന്ന സമുദായം, അതിനുള്ളിൽ നിന്ന് തന്നെ ഇതെല്ലാം അനുഭവിച്ച് മടുത്ത മനുഷ്യർ പുറത്തേക്ക് ഇറങ്ങി വന്ന് സംസാരിച്ച് നിങ്ങളുടെ അനീതികളെ കൺമുൻപിലിട്ട് പൊരിക്കാൻ പോകുന്ന സമയം തുടങ്ങി എന്നതിന് യാതൊരുവിധ സംശയം ഇനി ആർക്കും വേണ്ട. അത് ഇനിയും വെച്ചടി കയറ്റം മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. പിന്നീട് ആ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഈ കൾട്ടിലേക്ക് നിങ്ങളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പറ്റിച്ച് കൊണ്ടുപോകാൻ ഓരോ വിശ്വാസികളും പാസ്റ്റർമാരും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ജീവനുണ്ടെങ്കിൽ ഇമാതിരി സാധനത്തിനകത്ത് പെട്ടു പോവരുത്.